ഒരിക്കൽ ഒരു യാത്രക്കാരൻ ഒരു കഴുതയെ വാടകയ്ക്ക് എടുക്കുകയാണ്. ദീർഘദൂര യാത്രയാണ് ലക്ഷ്യം. കഴുതയും കൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. കുറേ ദൂരം കഴിഞ്ഞ് ചൂടിൻ്റെ കാഠിന്യം ഏറി വന്നു. വിശ്രമിക്കാനായിട്ട് ഒരു മരത്തണൽ ഇല്ലാത്ത സ്ഥലം. കഴുതയെ അവിടെ നിർത്തിയിട്ട് ഈ കഴുതയുടെ നിഴലിൻ്റെ ഡയറക്ഷനിൽ വിശ്രമിക്കാനായിട്ട് അയാൾ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ കഴുതയുടെ ഉടമസ്ഥൻ അവകാശവാദവുമായിട്ട് വന്നത്. താൻ കഴുതയെ മാത്രമാണ് വാടകയ്ക്കെടുത്തത്, കഴുതയുടെ നിഴലിനെ വാടകയ്ക്ക് എടുത്തിട്ടില്ല. രണ്ടുപേരും വലിയ ബഹളമായി, വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തി നിൽക്കുന്നു. വാക്കേറ്റവും വാഗ്വാദവും കയ്യേറ്റങ്ങളും മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത അവിടെ നിന്ന് ചാടിപ്പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ വഴക്ക് പിടിക്കുന്നത് ചെറിയ ചെറിയ നിഴലിന് വേണ്ടിയിട്ടാണ്. നോക്കുക, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ, അതൊരുപക്ഷെ മതാത്മകമായ ഇടങ്ങളിലായിരിക്കാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, നമ്മൾ ഏതോ ഒരു നിഴലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു, പരസ്പരം മല്ലടിക്കുന്നു. ഇന്നത്തെ ലിറ്റർജി തർക്കത്തിലൊക്കെ കാണുന്ന പോലെ നിഴലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന മനുഷ്യർ. നമ്മൾ നിഴലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥ അന്തസത്ത ചോർന്നു പോകുന്നു, അല്ലെങ്കിൽ ചാടിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ അന്തസത്ത നമ്മിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ആഴമായി നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട വേറൊരു ചിന്ത എന്ന് പറയുന്നത്, C.S. ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നതാണ്, ഒരു മനുഷ്യൻ്റെ ചീത്ത പ്രവൃത്തികളെ മാത്രം വെറുത്താൽ മതി, ആ മനുഷ്യനെ വെറുക്കേണ്ടതില്ല. മനുഷ്യൻ്റെ മോശം പ്രവൃത്തികളെ വെറുക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. അതാണല്ലോ നല്ല ഗുരുവായ കർത്താവായ യേശു മിശിഹായും നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം. പാപിനിയായ സ്ത്രീയുടെ പ്രവൃത്തിയെ അവൻ വെറുത്തു, എന്നാൽ ആ സ്ത്രീയെ സ്നേഹിച്ചു. ഇതേപോലെ തന്നെ മറ്റുള്ളവരോടും. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടി ആയിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോൾ മനുഷ്യരുടെ മോശം പ്രവൃത്തികളെ വെറുക്കാനും, എന്നാൽ ആ മനുഷ്യനെ ദൈവത്തിൻ്റെ സൃഷ്ടിയായി കണ്ട് സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. പുണ്യം പൂക്കട്ടെ, നന്മയുണ്ടാകട്ടെ.